എന്താ മേ കഴിക്കാൻ എന്തെങ്കിലും എടുക്കണോ? ഒന്നും വേണ്ട. ഞാൻ വന്നത് ഒരു അപേക്ഷയായിട്ടാണ്. അപേക്ഷയോ? അതെ, അന്ത്യാഭിലാഷം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അമ്മ എന്തൊക്കെയായി പറയുന്നേ? ഈ വർഷത്തിലെ ഓണത്തിന് എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. എന്നുവെച്ചാ ഇതുവരെ അമ്മ തനിച്ചാണോ ഇവിടുന്ന് ഓണസദ്യ കഴിക്കാറുള്ളത്? നമ്മള് മാത്രമല്ല, ജയനും പ്രിയയും തുളസിയും അങ്ങനെ എന്റെ 2 മക്കളും അവരുടെ മക്കളും എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഓണം ഉണ്ണണം. ഇനിയൊരു പക്ഷേ അത് നടന്നില്ലെങ്കിലോ? അതുകൊണ്ട് എന്റെ ഈ ആഗ്രഹം മോള് സാധിപ്പിച്ചു തരണം. അമ്മയുടെ അപേക്ഷയാണ്. അപേക്ഷിക്കാനോ? അമ്മ എന്തിനാ എന്നോട് അപേക്ഷിക്കുന്നത്? അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നിറവേറ്റണം. സന്തോഷം. ആരെയൊക്കെയാ ക്ഷണിക്കേണ്ടതെന്ന് വെച്ചാ അമ്മ തന്നെ ക്ഷണിച്ചോ? മറ്റാരും വേണ്ട. ജയനും തുളസിയും പ്രിയയും അല്ലേ? അതെ. അവരോട് അമ്മ തന്നെ വരാൻ പറയേ. അത് ഞാൻ അമ്മയുടെ ക്ഷണം അവര് വേണ്ടാന്ന് വെക്കില്ല. അവര് വരട്ടെ. എന്നിട്ട് അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കൊരു സദ്യ തന്നെ അവർക്ക് ഒരുക്കാം. പോരെ? അത് മതി. ഇതാ ദുർഗേച്ചിയുടെ കുഴപ്പം. ആരെന്ത് പറഞ്ഞാലും അപ്പ അങ്ങ് എസ് മൂളിക്കോളും. നല്ലൊരു ദിവസം ചേച്ചി കൊളവാക്കും. മുത്തശ്ശിയുടെ അവസാനത്തെ ആഗ്രഹമാണ് പോലും. പറയുന്ന കേട്ടാ തോന്നുമല്ലോ രുക്മിണി അമ്മ നാളെ അങ്ങ് ചത്തുപോകുന്നു. നമ്മളൊക്കെ പോയാലും തള്ള ഇവിടെ തന്നെ കാണും. ഒടുക്കത്തെ ആയുസം അതിന്. സുലു ആന്റിക്ക് ഒന്ന് പറയാൻ പാടില്ലായിരുന്നോ ദുർഗാന്റിയോട്? എന്ത്? ആ തുളസിയെ ഫാമിലിയെയും ഇവിടേക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടെന്ന്. ദുർഗേച്ചിയെ രുക്മിണി അമ്മയുടെ സെന്റിമെന്റ്സിൽ അങ്ങ് വീണുപോയല്ലോ. ഇനി രക്ഷയില്ല. നല്ലൊരു ദിവസം നശിപ്പിക്കാനായിട്ട് ഞാൻ ആദ്യേട്ടനോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാന്ന് കരുതിയതാ. തുളസി ഇവിടെ വന്ന ആദ്യേട്ടൻ പിന്നെ എന്നെ മൈൻഡ് പോലും ചെയ്യില്ല. അത് കറക്റ്റാ. തുളസിയെ കണ്ടാലേ ആദ്യം ഏതാണ്ട് ഗ്രഹണി പിടിച്ചവൻ ചക്കക്കൂട്ടാൻ കിട്ടിയതുപോലെയാ. ഗ്രഹണിയോ? ഒരുതരം ആക്രാന്താണെന്ന്. ദുർഗാന്റിയോടൊന്ന് വിളിക്കണ്ടെന്ന് പറയാൻ പറ. ദുർഗേച്ചി അല്ല തുളസിയും കുടുംബത്തെയും ക്ഷണിക്കുന്നത്, രുക്മിണി അമ്മയാ. ക്ഷണിക്കാനുള്ള അനുവാദം രുക്മിണി അമ്മയ്ക്ക് ദുർഗേച്ചി കൊടുത്തു കഴിയുകയും ചെയ്തു. അനുവാദം കൊടുത്തു എന്നുള്ളത് നേരാ. പക്ഷേ ക്ഷണം സ്വീകരിച്ച് തുളസിയും ജയനും പ്രിയയും ഇവിടെ എത്തണമെങ്കിൽ അതിന് കടമ്പകൾ ഒരുപാട് ഇനിയും കടക്കാനുണ്ട്. എന്ത് കടമ്പ? എന്തായാലും ദുർഗാന്റി ചെയ്ത് മോശമായി പോയി. ഒന്ന് എൻജോയ് ചെയ്യാനുള്ള ചാൻസാ ദുർഗാന്റി ഇല്ലാതാക്കിയത്. ആതിര പറയുന്നതിലും കാര്യമുണ്ട്. ദുർഗേച്ചി എന്തിനാ ആ നശൂലങ്ങളെ ഇവിടേക്ക് ക്ഷണിക്കാൻ രുക്മിണി അമ്മയ്ക്ക് അനുവാദം കൊടുത്തത്? അമ്മയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ? അതൊക്കെ വെറും അടവാ ദുർഗേച്ചി. നേരെ ചൊവ്വെ പറഞ്ഞാലേ ദുർഗേച്ചി സമ്മതിക്കില്ലെന്ന് ആ തള്ളയ്ക്ക് നല്ലതുപോലെ അറിയാം. മകനും മരുമകളും പേരക്കുട്ടികളും ബന്ധുക്കളും എല്ലാരും കൂടി ചേർന്നേ അവസാനത്തെ അത്താഴം കഴിക്കാൻ രുക്മിണിയമ്മ എന്താ അന്ത്യക്രിസ്തുവാ? അതെ. ഓണത്തിനുള്ള എന്റെ എല്ലാ മൂടും പോയി. നീ മൂഡ് ഓഫ് ആവണ്ട. ഈ ഓണം നമ്മള് ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യും. എന്നാലും തുളസിയും പ്രിയാന്റിയും ജനങ്ങളും ഇവിടെ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ ഓണം ഭംഗിയായിട്ട് ആഘോഷിക്കും? അതൊക്കെയുണ്ട്. കാണാൻ പോകുന്ന ഓണത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കുന്നില്ല. അത് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു.
പ്രസാദേട്ടൻ ഇപ്പോഴും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ? എത്ര സന്തോഷത്തോടെ കഴിയേണ്ട ദിവസമായിരുന്നു ഇത്തവണത്തെ ഓണം. ആ സന്തോഷത്തിന് ഒരു കുറവും വരില്ല. ഇപ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ കൂടെ പ്രിയയും ജയനും തുളസിയും ഉണ്ടാവും. അവർക്ക് ഓണക്കോടി എടുക്കണം. അവരാരെ ക്ഷണിച്ചത്? ക്ഷണിച്ചത് ആരെങ്കിലും ആവട്ടെ, ഈ വർഷത്തെ ഓണത്തിന് അവര് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇന്ന് താൻ തീരുമാനിച്ചാൽ മതിയോ? തീരുമാനം എന്റേത് തന്നെയാ. പക്ഷേ അത് പ്രസാദേട്ടന്റെ അമ്മയുടെ ആഗ്രഹമാ. അമ്മ അങ്ങനെ പറഞ്ഞു അവരെ ക്ഷണിക്കണമെന്ന്. പ്രസാദേട്ടൻ ഇനി അത് വേണ്ടാന്ന് പറയാൻ നിൽക്കണ്ട. ഒരു നല്ല കാര്യമല്ലേ? അത് ശരിയാവില്ല. അമ്മയുടെ അവസാനത്തെ ആഗ്രഹമാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പ്രസാദേട്ടനായിട്ട് എതിർത്തൊന്നും പറയാൻ നിൽക്കണ്ട. അത് ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ? പ്രസാദേട്ട, വർഷങ്ങളായില്ലേ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഓണം ആഘോഷിച്ചിട്ട്. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയാ പ്രസാദേട്ട. അമ്മ അവരെ വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞോളാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എവിടെയുണ്ട്? താഴെയുണ്ട്. പ്രിയയോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. പ്രിയമോളെ വിളിക്കുകയായിരുന്നു. നീ എന്തിനാ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞേ? ഞാനായിട്ട് അറുത്തു മാറ്റാൻ ശ്രമിക്കുന്ന ബന്ധങ്ങളൊന്നും അമ്മയായിട്ട് തുന്നിച്ചേർക്കാൻ നിൽക്കണ്ട. പ്രിയയും ജയനെയും തുളസിമോളെയും ഓണസദ്യ ഉണ്ണാൻ ക്ഷണിക്കാനാ ഞാൻ വിളിക്കുന്നേ. അതൊന്നും വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞത്. ദുർഗ സമ്മതിച്ചാണല്ലോ. ഇവിടത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ ദുർഗയല്ല, ഞാനാ. നിനക്കത് എന്തു പറ്റി? ഓണ ദിവസമെങ്കിലും എല്ലാ പിണക്കങ്ങളും ഒന്ന് മാറ്റി വെക്കണം. ഒന്നുമില്ലെങ്കിലും എന്റെ കൂടെപ്പറപ്പല്ലേ പ്രിയ. അമ്മേ, അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാ. പ്രിയയുമായോ ജയനുമായോ അവരുടെ മകൾ തുളസിയുമായോ എനിക്കിനി യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അങ്ങനെ ഒറ്റ വാക്കിൽ മുറിച്ചെറിയാൻ പറ്റുന്ന ബന്ധമാണോ നിങ്ങളുടേത്? അമ്മേ, വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് വേണ്ട. എനിക്ക് അത്രേ ഉള്ളൂ. നിനക്കെങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയണു? ഞാനിനി ഇങ്ങനെ തന്നെ. ഓണമല്ലേ, അതിന് ആദ്യം തുളസിയെ ക്ഷണിക്കാതിരിക്കില്ലല്ലോ. ക്ഷണിക്കുമായിരിക്കും, പക്ഷെ ഈ വീട്ടിലേക്ക് അവള് കയറില്ല. കാരണം ഞാൻ സമ്മതിക്കില്ല. ആദ്യം ഈ വീട്ടിലേക്ക് തുളസിയെ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവരും എന്നുള്ള ചിന്തയും അമ്മയ്ക്ക് വേണ്ട. അങ്ങനൊരു വിവാഹം അമ്മ സ്വപ്നം കണ്ടുകൊണ്ടാണ് നടക്കുന്നതെങ്കിലേ ആ സ്വപ്നം ഒരു ദിവാസ്വപ്നം മാത്രമായിരിക്കും എന്ന് അമ്മ കരുതിയാൽ മതി. ഒന്നിച്ചൊരു ഓണം, അതെന്റെ അവസാനത്തെ ആഗ്രഹമായിട്ടെങ്ങനെ കണ്ടൂടെ നിനക്ക്? അമ്മയ്ക്ക് വേണമെങ്കിൽ അവരുടെ കൂടെ പോയി ഓണം ആഘോഷിക്കാം. പക്ഷേ അവരിവിടെ വന്നിട്ടുള്ള ആഘോഷങ്ങൾ നടക്കില്ല. എന്നെ ആ കൂട്ടത്തിൽ പെടുത്തുകയും വേണ്ട. ഒരു ഓണസമ്മാനം. എനിക്കോ? നിനക്കല്ലാതെ വേറെ ആർക്കടി ഞാൻ ഓണക്കോടി വാങ്ങിച്ചു കൊടുക്കുന്നത്? താങ്ക് യു ആന്റി. അയ്യോ, സമ്മതിച്ചു ചേച്ചി, സമ്മതിച്ചു. കൊടുക്കൈ. എന്തിനാ സൊല്ലു ആന്റി ദുർഗാന്റി അപ്രീഷിയേറ്റ് ചെയ്യുന്ന? നിന്റെ ഈ ദുർഗാന്റി ഉണ്ടല്ലോ, ഒരു പുലിയാ, ഒരു പുലി സിംഹം. എന്തുവാ സുലു? കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷം ഇറപ്പിക്കുക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പതേ കണ്ടു. അയ്യോ, എവിടെ പാമ്പ്? ദേ അപ്പുറത്തുണ്ട്. അയ്യോ, എനിക്ക് പേടിയാ.
എടി പൊട്ടി, രുക്മിണിയമ്മയ്ക്ക് ഓണം ഉണ്ണണമെങ്കിലേ ജയനും പ്രിയയും തുളസിയും ഇവിടെ വരണോന്നുള്ള അന്ത്യാഭിലാഷയെ പാടെ പൊളിഞ്ഞു. അതെന്താ അവര് വരുന്നില്ലേ? വരാൻ പ്രസാദ് സാറ് സമ്മതിച്ചിട്ട് വേണ്ടേ? പ്രസാദേട്ടൻ അമ്മയോട് കാര്യം പറഞ്ഞോ? ദുർഗേച്ചി പറയിപ്പിച്ചതല്ലേ. മരുമകള് പറഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ. മകൻ അമ്മയോട് പറഞ്ഞ ഒരു വലിയ ഭൂകമ്പം അങ്ങ് ഒഴിവാക്കാം. ആ ഭൂകമ്പം ഒരു പൊട്ടാത്ത പടക്കം പോലെ ചീറ്റിപ്പോയി. പ്രസാദങ്ങൾ എന്താ മുത്തശ്ശിയോട് പറഞ്ഞേ? പ്രിയയും ജയനെയും തുളസിയെയും ഓണത്തിനെന്നല്ല ഒരു കാരണവശാലും ഈ വീട്ടില് കയറ്റില്ലാന്ന്. ഓണസദ്യ പോയിട്ട് ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലും അവർക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടില്ലാന്ന്. വെരി ഗുഡ്. ആദിയെ കൊണ്ട് തുളസിയെ വിവാഹം കഴിപ്പിക്കില്ലെന്നും രുക്മിണിയമ്മയുടെ മുഖത്ത് നോക്കി തന്നെ പ്രസാദ് സാർ പറഞ്ഞു. ഞാൻ എന്തായാലും ഹാപ്പിയായി. ഞാൻ പറഞ്ഞില്ലേ, കാണാൻ പോകുന്ന ഓണം പറഞ്ഞറിയിക്കുന്നില്ലാന്ന്. ഇനി അങ്ങോട്ട് ദുർഗ പറയാതെ തന്നെ ദുർഗയുടെ ഓരോ ആഗ്രഹങ്ങളും പ്രസാദേട്ടൻ നടത്തിത്തരും. അത് പ്രിയയുടെയോ തുളസിയുടെയോ, ഇനി അതല്ല അമ്മയുടെയോ ആഗ്രഹങ്ങളെ ചവിട്ടി മെതിച്ചിട്ടായാലും. കൃത്യനിർവഹണത്തിന് തടസ്സമാവണ്ടെന്ന് കരുതി ഞാൻ തിരിച്ചു പോന്നു. കുറച്ച് സമയം കൂടെ അവിടെ നിന്നിരുന്നെങ്കിൽ സെക്യൂരിറ്റി ഓഫീസറെ വിളിച്ച് എന്നെ പുറത്തിറക്കിയേനെ. അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞതല്ലേ ജയേട്ടാ, എന്തിനാ വെറുതെ പ്രസാദേട്ടനടുത്ത് പോയി നാണം കെടാൻ നിന്നത്? എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ. പ്രസയുടെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറയുമായിരുന്നെങ്കിൽ എത്രയും നാണം കെടാനും താഴാനും ഞാൻ തയ്യാറായിരുന്നു. ഒന്നുമില്ലെങ്കിൽ അവിടത്തെ ഭക്ഷണം കഴിച്ച് വളർന്നവനല്ലേ ഞാൻ. അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ. അച്ഛന്റെ കാലത്ത് നടന്നതൊക്കെ ഇപ്പൊ പറയുന്നത് എന്തിനാ? ഇത്രമാത്രം നമ്മളോട് വെറുപ്പ് തോന്നാൻ എന്തായിരിക്കും പ്രസയുടെ മനസ്സിൽ? എന്തായാലും ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്താ? പ്രസാദേട്ടൻ കാരണം ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിക്കുന്നത് തുളസിമോളുടേതാ. ഏട്ടൻ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വന്തം മകളെ തന്നെയാണെന്ന് ഇനിയെങ്കിലും ഏട്ടൻ അറിഞ്ഞേ പറ്റൂ. പലതവണ നമ്മൾ ആ കാര്യം പ്രസയോട് പറയാൻ ഒരുങ്ങിയതല്ലേ. അതുപോലെയല്ല, അന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ തമ്മിൽ പരസ്പരം മാറ്റിയ സത്യം ഏട്ടൻ അറിയണം. ഏട്ടൻ തള്ളിക്കളയാൻ ശ്രമിക്കുന്നത് സ്വന്തം മകളെ തന്നെയാണെന്ന് അറിയുന്നതോടെ അവളോടുള്ള പ്രസാദേട്ടന്റെ എല്ലാ വെറുപ്പും മാറും. എല്ലാം തുറന്നു പറയണം. അത് മാത്രമേ ഇനി വഴിയുള്ളൂ. ഈ വലിയൊരു രഹസ്യം തലയിൽ പേര് നടന്നതിന്റെ പേരിൽ നമുക്കെന്ത് നേട്ടോ ഇത്രയും കാലം ഉണ്ടായത്? ഈ ഒരു അവസരത്തിന് വേണ്ടിയാവും ചിലപ്പോ ദൈവം നമ്മളെ കൊണ്ട് അന്ന് അങ്ങനെ ചെയ്യിച്ചത്. തുളസി സ്വന്തം മകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രസയ്ക്ക് അവളെ ഒഴിവാക്കാൻ പറ്റില്ല. അവളോട് സ്നേഹത്തോടെ ഇടപെടാതിരിക്കാനും പറ്റില്ല. എന്നാ പിന്നെ ഇനി വൈകിക്കണ്ട, ഇപ്പൊ തന്നെ പ്രസാദേട്ടനെ വിളിക്കാം. ഇപ്പൊ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറയും. പ്രസ അതിന് തയ്യാറാവില്ല. തയ്യാറാവും. അതിനുള്ള വഴി എനിക്കറിയാം. എന്ത് വഴി? പ്രസാദേട്ടൻ തീർച്ചയായിട്ടും വരുന്ന വഴി. ഫോൺ എടുക്കുന്നില്ലേ? ഫോൺ കട്ടായി. ഞാൻ പറഞ്ഞില്ലേ, പ്രസ ഫോൺ അറ്റൻഡ് ചെയ്യില്ല.
വിളിച്ചത് ഏട്ടന് ബുദ്ധിമുട്ടായി എന്നറിയാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറയണം. ഏട്ടന് തിരക്ക് കൂടുതലാണെന്നറിയാം. ഒഫീഷ്യൽ കാര്യമല്ല, ഒരു കുടുംബകാര്യം പറയാനാ ഞാൻ വിളിച്ചത്. നാളെ രാവിലെ ഏട്ടനൊന്ന് നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരണം. പറ്റില്ല എന്ന് പറയരുത്. കുടുംബ പരദേവതകളുടെ മുന്നിൽ വെച്ച് എനിക്ക് ചില സത്യങ്ങൾ ഏട്ടനോട് പറയാനുണ്ട്. ഏട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വരുവോ ഇല്ലേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞേ പറ്റൂ. ഫോൺ കട്ട് ചെയ്തു അല്ലേ? കുടുംബ പരദൈവങ്ങളെ, പ്രസാദേട്ടന് മുന്നിൽ എനിക്ക് എല്ലാ സത്യങ്ങളും തുറന്നു പറയാനുള്ള മനഃശക്തി തരണേ. ഞാൻ പറയുന്നത് പ്രസാദേട്ടൻ വിശ്വസിക്കാൻ തുണയാവണേ. ദേവി മഹാമായി. ഏട്ടൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ഏട്ടൻ വാ, നമുക്ക് അപ്പുറത്തേക്ക് മാറി നിൽക്കാം. നീ കാര്യം പറ. എനിക്ക് സമയമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറ. ഞാൻ പറയാൻ പോകുന്ന കഥ കേട്ട് ഏട്ടൻ വിഷമിക്കരുത്. ജീവിതത്തിൽ ഇന്നുവരെ എനിക്കും ചേട്ടനും മാത്രം അറിയാവുന്ന ഒരു രഹസ്യം. അത് ഞാൻ പ്രസാദേട്ടനോട് കൂടി പറയാൻ പോവാ. എന്താണെങ്കിലും നീ വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഇത് കേട്ട് കഴിഞ്ഞ് പ്രസാദേട്ടൻ ചിലപ്പോ എന്നെ വെറുക്കും. അതെനിക്ക് പ്രശ്നമല്ല. അല്ലെങ്കിലും ഇപ്പോ എന്റെ ഏട്ടൻ എന്നോട് വെറുപ്പാണല്ലോ. ഒരു പക്ഷേ കേസ് കൊടുത്ത് കോടതി കയറ്റിന്നും വരും. ഏട്ടൻ തരുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ സത്യം പറയാന്ന് തീരുമാനിച്ചത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാനും ചേട്ടനും ആ വലിയ രഹസ്യത്തിന്റെ ഭാരവും പേറി നടക്കാൻ തുടങ്ങിയിട്ട്. എല്ലാം നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തിന് വേണ്ടി തന്നെയാ ലോകത്തിൽ ഇന്നുവരെ ഒരമ്മയും ചെയ്യാത്ത ആ ക്രൂരത ഞാൻ ചെയ്തത്. ഇപ്പോഴെങ്കിലും ഞാനത് ഏട്ടനോട് പറഞ്ഞില്ലെങ്കിൽ ഈ ജന്മം ചിലപ്പോ എനിക്കിത് പറയാൻ സാധിച്ചെന്ന് വരില്ല. വെച്ചിട്ട് അത് കാര്യം പറയുന്നുണ്ടോ നീ? തുളസിമോളുടെ ആദ്യമോന്റെ കാര്യ. അവരുടെ വിവാഹ കാര്യമാണെങ്കിൽ എനിക്ക് സമ്മതമല്ല. വിവാഹം അതിനേക്കാൾ വലിയ കാര്യമാ. അതിനേക്കാൾ എന്ത് വലിയ കാര്യം? എന്റെ ആദ്യമോന്റെ കാര്യത്തിൽ എനിക്ക് കുറെ കൂടി ആലോചിക്കാനുണ്ട്. ആലോചിച്ചോളൂ. പക്ഷേ ഇപ്പൊ ഏട്ടൻ പറഞ്ഞില്ലേ എന്റെ ആദ്യമോനെന്ന്? അതെ, ഞാൻ എന്റെ മകന്റെ കാര്യം നോക്കിക്കോളാം. നിന്റെ മകളുടെ കാര്യം നീയും. ഇനി മുതൽ അങ്ങനെ മുന്നോട്ട് പോകാനാ എന്റെ തീരുമാനം.
ജീവിക്കാൻ. ആദ്യമോൻ ഏട്ടന്റെ മോൻ അല്ലെങ്കിലും